ഒരു മുസ്ലിം ജീവിക്കാൻ ആ ഖുർആൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ സ്വർഗ്ഗമൊരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുമ്പോ അല്ലാഹു ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് നിങ്ങളെല്ലാം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ഈ ഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. പടച്ച റബ്ബേ, ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാറ് തൗറാത്തും ഇഞ്ചീലും സബൂറും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ഈ കിതാബുകൾ അനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനല്ല, പഠിപ്പിച്ചു തരാനല്ല, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് അംബിയാ മുർസലീങ്ങൾ അല്ലാഹു ലോകത്തേക്ക് ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തെരഞ്ഞെടുത്തു തന്നല്ലോ. ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് പടന്ന് കാണിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല, അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല, പടച്ചവനെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവന്റെ പോരായ്മകൾ എന്താണ്, അവന്റെ ന്യൂനതകൾ എന്താണ്, അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയുമോ? പാതിരാത്രി അവന്റെ കൂടെ കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഈ നിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാ. നാട്ടുകാരോട് ചോദിച്ചാ പോരാ, രാത്രി കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണമല്ലോ. അതാത് നഗരിലെ ജനങ്ങളുടെ മുന്നിൽ നീ വലിയവനാണ്, മഹാനാണ്, നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വലിയ സ്ഥാനം തരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ലടോ. നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് എവിടെയാണെന്നറിയുമോ? നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയുടെ മുന്നിലാ. അവിടെയാണ് നിനക്കൊരു വിലയുണ്ടാകേണ്ടത്, അവിടെയാണ് നിനക്കൊരു സ്ഥാനമുണ്ടാകേണ്ടത്, അവളാണ് നിന്നെ കുറിച്ച് പറയേണ്ടത്, അവളാണ് നിന്നെ ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നബിതങ്ങളെ കുറിച്ച് എന്തേ പറയാറുള്ളത്? നിങ്ങളുടെ ഭർത്താവാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം ഖുർആനായിരുന്നടോ. ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെയാണ് നബിതങ്ങൾ ജീവിച്ചിരുന്നത്. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു വിഷയം പറയാൻ ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മുസ്ലിമിന് കഴിയുമോ? എന്റെ നിബിധങ്ങളെ ഇന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിബിധങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് വീട് പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത്. പടച്ചവനെ, എന്തിനാ ബാത്റൂമിനകത്ത് കയറുന്ന സമയം, ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയം ഏത് കാല് വെച്ചുകൊണ്ട് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, എന്ത് കൊണ്ടുപോകാൻ പാടില്ല, എങ്ങനെ ഇരിക്കണം, എങ്ങനെ വിസർജനം നടത്തണം, എന്തുകൊണ്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്. പടച്ചവനെ, ഒരു ഇൽമ പഠിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലാഹുവേ നീ ഒരു പുതിയ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരാത്ത ഒന്നും ഈ ദുനിയാവിലില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, ദീനനുസരിച്ച് ജീവിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കണേ. നബിതങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നബിതങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിച്ചത്. ഇത് പറയുമ്പോ ഹദ്ദാദിലെ ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്കത് പറ്റുമായിരുന്നു. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മഅസൂമീങ്ങളാ, അവര് പാപം ചെയ്യില്ലല്ലോ, അവര് മരിക്കുന്ന കാലം വരെ തെറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകന്മാര് ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകം മാത്രമല്ല ഖുർആൻ അനുസരിച്ച് ജീവിച്ചത്. നീ ചരിത്രം വായിക്കുന്നവനാണല്ലോ. ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗമെന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നടാ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കാത്ത ആരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനവുമായി കടന്നു പോകുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ. പടച്ചവനെ, കള്ളും പെണ്ണും കൊലപാതകവുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നിനക്കറിയുമായിരുന്നല്ലോ. അല്ലാഹുവേ, സ്വന്തം പെൺമക്കളതാ ജനിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോട് കുടിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്നല്ലോ. കള്ളായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ ആനന്ദം, കള്ളുകുടിയായിരുന്നല്ലോ. അവര് കള്ളിന് എത്രത്തോളം അടിമയായെന്ന് നിനക്കറിയണോ? മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുകയാ, മക്കളെ, വാപ്പ മരിച്ചു കഴിഞ്ഞാ വാപ്പാടെ കബറിന്റെ മുകളില് നിങ്ങളൊരു മുന്തിരിയുടെ വള്ളി വേണം നടാറ്. മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിയുടെ വള്ളി നടണം. എന്തിനാണെന്നറിയോ? ആ മുന്തിരി വള്ളി അവിടെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ. ആ കള്ളിന്റെ രസം എനിക്ക് കിട്ടുമല്ലോ. മരിച്ചാൽ പോലും കബറിന്റെ മുകളിൽ മുന്തിരിവള്ളി നടണമെന്ന് പറഞ്ഞു കൊടുത്ത പിതാക്കന്മാര്, അല്ലാഹുവേ, അവർക്ക് യുദ്ധം ചെയ്യാൻ കാരണങ്ങൾ വേണ്ട, അവർക്ക് യുദ്ധമുണ്ടാക്കാൻ ഒരു വിഷയവും വേണ്ട. അന്യവന്റെ പറമ്പിൽ കയറി ഒരു ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവര്, അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമുണ്ടല്ലോ. അവർ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചപ്പോ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് പോലെ ജീവിച്ചപ്പോ അവരാരായെന്നറിയോ?
6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ആരായെന്നറിയുമോ? റളിയല്ലാഹു അൻഹും വറദൂ അൻഹും. ഖിയാമത്ത് നാൾ വരെയുള്ളവർ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള വിഭാഗമായി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമായിട്ട് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ? എങ്ങനെയാ സഹോദരാ? എല്ലാവരും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് കേൾക്കുമ്പോ പറയുന്നു റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ ആരായിരുന്നെന്നറിയോ? ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിന് പറയാനൊരു ചരിത്രമുണ്ടോ? പടച്ചവനെ, ഭക്ഷണം കഴിക്കാത്ത മക്കളോട്, ഉറങ്ങാത്ത മക്കളോട് ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പിഞ്ചു കുട്ടികൾ പോലും അവിടെ നിന്ന് പേടിച്ച് കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കൾ പോലും പേടിച്ച് ഉറങ്ങുമായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ ആ ഉമറിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണോ? ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു, പെണ്ണേ, ഖത്താബിന്റെ മകനായ ഉമറിന്റെ അയൽവാസിയോട് ആരോ ചെന്ന് പറഞ്ഞു കൊടുത്തു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. എന്തേ മറുപടി എന്നറിയോ? ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കാ. എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കാ. അത് ഷഹാദത്ത് കലിമ പറഞ്ഞെന്ന് പറഞ്ഞാ വിശ്വസിക്കാ. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. ഒരിക്കലും ഉമർ അങ്ങനെയാകില്ല. പടച്ചവനെ, അങ്ങനെ ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചപ്പോ, ആ ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അവരാരായെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരവരായില്ലേ? ലോകത്ത് കടന്നു വന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമായി 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ? ഇത് പറയുമ്പോ നമ്മൾ പറയും, ഉസ്താദ്, അവര് നബിതങ്ങളെ കണ്ടവരാ, അവര് നബിതങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാ, അവര് നബിതങ്ങളുടെ കൂടെ നടന്നവരാ, നബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ. അവരല്ലാന്റെ റസൂലിനെ കണ്ടുകൊണ്ട് നടന്നു, പ്രവാചകന്റെ കൂടെ നടന്നു. അതുകൊണ്ട് അവര് നന്നായി. അതുകൊണ്ടാണ് അവര് ഖുർആൻ അനുസരിച്ച് ജീവിച്ചത്. എങ്കിൽ അവര് പോകട്ടെ സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാര്യം പോകട്ടെ, അവിടുത്തെ സ്വഹാബത്തിന്റെ കാര്യം പോകട്ടെ. താബീങ്ങളുണ്ടായിരുന്നല്ലോ, തബഉ താബീങ്ങളുണ്ടല്ലോ, ഇമാമുമാരുണ്ടല്ലോ, ഔലിയാക്കന്മാരുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഹാഫിളീങ്ങളുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഡോക്ടർമാരുണ്ടല്ലോ, എഞ്ചിനീയർമാര്, കളക്ടർമാര്, ഫുട്ബോൾ താരങ്ങള്, ക്രിക്കറ്റ് താരങ്ങള്, പടച്ചവനെ, സിനിമാ താരങ്ങള്, ഇവരൊക്കെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നില്ലേ? എന്തിനാണോ 1400 കൊല്ലം മുമ്പ് പോകുന്നത്? ഈ ഹദ്ദാദ് നഗറിൽ അല്ലാഹുവിനെ പേടിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട്, കൂലിപ്പണിയെടുത്ത് നടക്കുന്നവരില്ലേ, ഉമ്മമാരുണ്ട്. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടോ? അവര് ഖുർആനനുസരിച്ച് ജീവിക്കുന്നില്ലേ? അവര് ദീനനുസരിച്ച് ജീവിക്കുന്നില്ലേ? നബിതങ്ങളുടെ സുന്നത്ത് അവര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്തേ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല ഉസ്താദ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ, ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ എങ്ങനെയാണ് ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കേണ്ടതെന്നറിയോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേക്കുമ്പോ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പറയേണ്ട വാക്കേതാ? അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ദുആ ചെയ്യുകയാണ്. ഇറങ്ങിച്ചെന്ന് വുളുവെടുക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. എന്നിട്ട് ഹദ്ദാദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വരണം. പടച്ചവനെ സുന്നത്ത് നിസ്കരിക്കണം. ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തിരിക്കണം. അതാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കണം. ഫർദ് നമസ്കാരം കഴിഞ്ഞു, അവിടുന്ന് ദിക്റുകൾ പറഞ്ഞു, അവിടുന്ന് ദുആ ചെയ്തു. എല്ലാവരും പടച്ചവനെ നിസ്കാര പായിൽ തന്നെ ഇരിക്കണം. അതാ ഖുർആൻ ഓതി ദിക്ർ പറഞ്ഞുകൊണ്ട് സലാത്തുകൾ പറഞ്ഞുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ 6:45 വരെ ആ നിസ്കാര പായിൽ തന്നെ ഉറങ്ങാതെ, തമാശ പറയാതെ, ദുനിയാവിന്റെ കാര്യം പറയാതെ അവിടെ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്യണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങണം. ദുആ ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ. കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, ചെവി കൊണ്ട് ഹറാമ് കേൾക്കരുത്, നാവ് കൊണ്ട് ഹറാമ് പറയരുത്, കൈ കൊണ്ട് ഹറാമ് തുടരുത്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്, ഹൃദയം കൊണ്ട് പാപം ചിന്തിക്കരുത്. ഇതുപോലെ വീട്ടിലേക്ക് നടന്നു പോകണം. പടച്ചവനെ ജോലിക്ക് പോകണം. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. ഹറാമ് തുടരുത്, ഹറാമുമായി ബന്ധപ്പെടരുത്. ഹലാലായ കച്ചവടം നടത്തണം. ദുഹറിന് ബാങ്ക് വിളിച്ചാ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കണം. പിന്നെയും ജോലിക്ക് പോകണം. അസറായ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. പടച്ചവനെ മഗ്രിബ് നമസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ പറയണം, സ്വലാത്ത് പറയണം. ഇശാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാ ഇശാ നിസ്കരിക്കണം. അല്ലാഹുവേ, എന്നിട്ട് എല്ലാം കഴിഞ്ഞു ഉളുവെടുത്തിട്ട് നിസ്കാരതാ ഉളുവെടുത്തു കിടപ്പറയിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങണം. ഇതാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, എന്റെ പൊന്നാര സിറാജ, ഇത് നടക്കണ പരിപാടി വല്ലാണോ? ഇത് നടക്കുന്ന നിങ്ങൾ പറയുന്നത് പോലെ ഇത് സ്വപ്നലോകമല്ലാണോ? നേരം വെളുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ ഇവിടെ ആരെ കൊണ്ടാ പറ്റുക? ഇതൊക്കെ ആരെ കൊണ്ടാ പറ്റുക? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണം ജീവിക്കണമെന്നാ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ വേണം ജീവിക്കാൻ. നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, സിറാജ് ജോലിക്കൊന്നും പോണ്ടേ? രാവിലെ എഴുന്നേറ്റ ജോലിക്ക് പോകണ്ടേ? പൈസ ഉണ്ടാക്കണ്ടേ? മക്കളെ പഠിപ്പിക്കണ്ടേ? വീട് വെക്കണ്ടേ?